ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോസ്മേരി ഡ്രൈഡ് ലീവ്സിനെ കുറിച്ചിട്ട് ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. റോസ്മേരിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയണില്ല. വേറൊന്നുമല്ല, ഞാൻ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടും ഉപയോഗ രീതിയെ പറ്റിയിട്ടൊക്കെ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയ വീഡിയോ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ഇന്ന് ഞാൻ റോസ്മേരിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയണില്ല. ഡ്രൈഡ് ലീവ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയണത്. ഡ്രൈഡ് ലീവ്സ് ഉപയോഗിക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇന്നൊരു മാർക്കറ്റിൽ ഒരു ഒറിജിനൽ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം അല്ലെങ്കിൽ ഫേക്ക് പ്രൊഡക്റ്റ് നമുക്ക് ഇന്ന് സുലഭമായിട്ടും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ മേടിക്കുമ്പോൾ നല്ലത് നോക്കി മേടിക്കുക. എനിക്ക് ചെറിയ രീതിയിലൊരു പണി കിട്ടി, അതിനെ തുടർന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഞാൻ നല്ല രീതിയിൽ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അങ്ങനെ റോസ്മേരിനെ പറ്റി കേട്ടു, എനിക്ക് മേടിച്ച് ഉപയോഗിച്ചപ്പോൾ ആദ്യത്തെ ഒരു പാക്കറ്റ് മേടിച്ച് ഉപയോഗിച്ചപ്പോൾ നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു. മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ ഒരു 4 ആഴ്ച ഉപയോഗിക്കുമ്പോഴത്തേനും മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പാക്കറ്റ് മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പഴയ മുടി കൊഴിച്ചിൽ എങ്ങനെയാണോ മുടി കൊഴിച്ചിൽ തിരിച്ചു വന്നു. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, 2 ബൗളിലിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ബൗളിലിരിക്കണതാണ് നല്ല റോസ്മേരി, രണ്ടാമത്തെ ബൗളിലിരിക്കുന്ന ഡ്രൈഡ് ലീവ്സ് റോസ്മേരിയുടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ഫേക്ക് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ അത് ശരിക്കും ഡ്രൈ ആയിട്ട് ഉണങ്ങാത്തത് കൊണ്ടാണോ? ചെറിയൊരു വൈറ്റ് കളറിലായിരുന്നു അതിൻ്റെ ഒരു ടെക്സ്ചർ, ഒരു വൈറ്റ് ഷെയ്ഡ് ഉള്ളപ്പോൾ ഒരു പൂപ്പൽ പിടിച്ച പോലെ. ഇത് ശരിക്കും ഉണങ്ങാഞ്ഞിട്ട് പൂത്തു പോയത് കൊണ്ടാണോ ഇതിനൊരു റിസൾട്ട് തരാൻ പറ്റാഞ്ഞത് എന്നെനിക്കൊരു സംശയമുണ്ട്. അതൊരു ഫേക്ക് പ്രൊഡക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരും മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത് രണ്ടും കാണുമ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം ഓരോരുത്തരും ഓരോ സാധനം മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നല്ലത് നോക്കി മേടിച്ച് ഉപയോഗിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ പാക്കറ്റിൽ കാണുന്ന റോസ്മേരി മേടിച്ചതും നല്ല ബ്രാൻഡിൻ്റെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയുന്നില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരും മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ നോക്കി നല്ല സാധനം നോക്കി മേടിച്ച് ഉപയോഗിക്കുക. കാരണം ഒരു സാധനം കാണുമ്പോൾ നമ്മൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഒന്ന് അത്യാവശ്യം അത് കയ്യിലെടുത്തൊന്ന് നോക്കി ഇതിന് ശേഷം മാത്രം ഉപയോഗിച്ച് തുടങ്ങിയില്ലെങ്കിൽ എനിക്ക് കിട്ടിയ പോലെ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.